മലയാളികളുടെ ആഘോഷങ്ങളിലും ആചാരങ്ങളിലും എല്ലാം തന്നെ ആഹാരത്തിന് പ്രമുഖ സ്ഥാനമുണ്ട്. ഓണത്തോട് ചേർന്ന് ഓണസദ്യ, വിഷു ദിവസം വിഷുക്കട്ട, തിരുവാതിരയ്ക്ക് പുഴുക്ക്, കറുത്ത വാവിന് വാവട, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ഈ രീതികളും. ഓണം വരാറായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഏറ്റവും ആദ്യം കടന്നുവരുന്ന കാര്യങ്ങളിലൊന്നാണ് ഓണസദ്യ. ഓരോ മലയാളിക്കും സദ്യ എന്നത് ഹൃദയത്തോട് വളരെ അടുത്തു നിൽക്കുന്ന ഒന്നു തന്നെയാണ്. അത്തം മുതൽ 10 ദിവസമുള്ള ഓണത്തിന്റെ ഒരു പ്രധാന ആകർഷണം ഓണസദ്യയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഓണക്കാലത്ത് ദൂരസ്ഥലങ്ങളിൽ നിന്നും എല്ലാവരും സ്വന്തം വീടുകളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ സാധാരണയായി ഉത്രാടം മുതൽ തന്നെ വീടുകളിൽ ചെറിയ തോതിൽ സദ്യ തുടങ്ങും. കാണം വിറ്റും ഓണമുണ്ണണം എന്ന പഴമൊഴിയെ അർത്ഥവത്താക്കിക്കൊണ്ടാണ് മലയാളികൾ ഓണസദ്യ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓണസദ്യയുടെ പാചകത്തിലും വിളമ്പുന്നതിലും പല വ്യത്യാസങ്ങളും കാണാറുണ്ട്. 24 അതിലധികമോ വിഭവങ്ങൾ ചേരുന്നതാണ് നമ്മുടെ പരമ്പരാഗതമായ ഓണസദ്യ. നാലായി കീറി വറുത്തെടുക്കുന്ന കായ ഉപ്പേരിയും ശർക്കര പുരട്ടിയും കളിയടക്കയും പഴം നുറുക്കും ചെറുപഴവും വലിയ പപ്പടവുമൊക്കെ ഓണസദ്യയുടെ ഒഴിവാക്കാനാവാത്ത സൈഡ് ഡിഷസ് ആണ്. സാധാരണഗതിയിൽ ഒരു മലയാളിക്കും ഒരിക്കലും സദ്യയില്ലാതെ ഓണം ആഘോഷിക്കുക എന്നത് ചിന്തകളിൽ പോലും വരികയില്ല. ആയുർവേദ വിധി പ്രകാരം ശരിയായ ഒരു സദ്യയിൽ വേണ്ടത് എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്, ചവർപ്പ് എന്നീ രസങ്ങളാണ്. നമ്മുടെ സദ്യകളുടെ വിഭവങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ഈ രസങ്ങളുടെ കൃത്യമായ ബാലൻസ്. വിളവെടുപ്പ് കഴിഞ്ഞുള്ള ആഘോഷമായതുകൊണ്ടാവും പൊന്നില്ല് അഥവാ പുതിയ നെല്ല് കുത്തിയ അരിയുടെ ചോറാണ് ഓണസദ്യയിൽ പണ്ടൊക്കെ വിളമ്പിയിരുന്നത്. ഇന്നിപ്പോൾ ആ പതിവുകൾ മാറിയെങ്കിലും കുത്തരിയുടെ ചോറാണ് സാധാരണ സദ്യകൾക്ക് പ്രിയം. ഇത്രയും പറഞ്ഞപ്പോൾ ഓണസദ്യയുടെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ തോന്നുന്നില്ലേ? എല്ലാ മലയാളിക്കും അറിയാവുന്നതാണ്. എങ്കിലും വിളമ്പി വെച്ചിരിക്കുന്ന ഒരു തൂശനില ഒന്ന് നോക്കി വരാം. പരിപ്പ്. ഓണസദ്യയിൽ ആദ്യം വിളമ്പുന്നത് പരിപ്പും നെയ്യുമാണ്. ചൂടുചോറിൽ പരിപ്പും നെയ്യും പപ്പടവും ചേർത്താണ് ഓണസദ്യ കഴിക്കാൻ തുടങ്ങേണ്ടത്. അവിയൽ. ഓണസദ്യയിലെ താരമാണ് അവിയൽ എന്ന് പറയാം. എല്ലാവർക്കും പ്രിയങ്കരം. വിവിധ ഇനം പച്ചക്കറികളുടെ കൂടിച്ചേരലായ അവിയലിൽ ചേരാത്തതായി ഒരു കഷ്ണവുമില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇന്നത്തെ രീതിക്ക് ന്യൂട്രീഷൻ ഫാക്ടർ ഒന്ന് നോക്കിയാൽ അവിയൽ പോഷക സമൃദ്ധം തന്നെ. തോരൻ. ഏതു ദേശത്തെയും ഓണസദ്യയിൽ തോരൻ ഉണ്ടാവും. ഏതിനം പച്ചക്കറി ഉപയോഗിച്ചും തോരൻ തയ്യാറാക്കാം. ഓലൻ. കുമ്പളങ്ങയാണ് ഓലന്റെ അടിസ്ഥാനം. തേങ്ങാപ്പാല് പിഴിഞ്ഞു ചേർത്തുണ്ടാക്കുന്ന ഓലൻ ഒരു സാധുവാണ്, തികച്ചും നിരുപദ്രവി. പച്ചടി. ഓണസദ്യയിലെ പ്രധാന വിഭവമല്ലെങ്കിലും ഒപ്പം തന്നെ സ്ഥാനമുണ്ട്. ഈ വിഭവത്തിന് അല്പം മധുരം കൂടിക്കലർന്ന രുചിയാണ്. വെള്ളരിക്ക, ബീട്രൂട്ട്, കുമ്പളങ്ങ, പൈനാപ്പിൾ തുടങ്ങിയവ ഉപയോഗിച്ച് പച്ചടി തയ്യാറാക്കുന്നു. കിച്ചടി. ഓണസദ്യയിലെ ഒരു പ്രിയ വിഭവമാണ് കിച്ചടി. ബീട്രൂട്ട്, വെണ്ടയ്ക്ക, പാവയ്ക്ക തുടങ്ങിയ പച്ചക്കറികൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്നു. എരിശ്ശേരി. ഓണസദ്യയിൽ വിളമ്പുന്ന ഒരു വളരെ സ്വാദിഷ്ടമായ വിഭവം. നേന്ത്രക്കായ, ചേന, മത്തങ്ങ ഇവയൊക്കെയാണ് മുഖ്യ ചേരുവ. ചിലയിടങ്ങളിൽ എരിശ്ശേരിക്ക് പകരം കൂട്ടുകറിയാണ് സദ്യയ്ക്ക് വിളമ്പുക. സാമ്പാർ. കേരളത്തിലേക്ക് അതിഥിയായി വന്നവനാണ് സാമ്പാർ. എന്നാൽ ഇന്ന് ഓണസദ്യയിലെ ഒഴിച്ചുകറികളിൽ പ്രധാനിയാണ്. പണ്ടുകാലത്ത് നമ്മുടെ സദ്യകളിൽ സാമ്പാർ ഉണ്ടായിരുന്നില്ല എന്ന് പഴമക്കാർ ഉറപ്പിച്ചു പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നും എത്തി ഇപ്പോൾ നമ്മുടെ സ്വന്തമായി മാറിയ സാമ്പാർ പലയിനം പച്ചക്കറികൾ ചേരുന്ന തീക്ഷ്ണ സ്വഭാവമുള്ള വിഭവമാണ്. കാളൻ. പുളിശ്ശേരിയുമായി നല്ല സാമ്യമുള്ള ഇത് പുളിയുള്ള മോരുപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ചിലയിടങ്ങളിൽ നേരിയ മധുരമുള്ള കുറുക്കു കാളനാണ് സദ്യയ്ക്ക് പ്രിയം. രസം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനാവുന്ന രസം ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇഞ്ചിക്കറി.
ഓണസദ്യയിലെ പ്രധാന താരമാണ് ഇഞ്ചിക്കറി. 101 കറികൾക്ക് സമമാണ് ഇഞ്ചിക്കറി എന്നാണ് പറയപ്പെടുന്നത്. സ്വാദിലും ഗുണത്തിലും മുന്നിലാണ് ഇഞ്ചിക്കറി. വടക്കൻ കേരളത്തിൽ പുളിയിഞ്ചിക്കാണ് ഈ സ്ഥാനം. ഉപ്പിലിട്ടത്, നാരങ്ങ, മാങ്ങ എന്നിവ പ്രത്യേക രീതിയിലാണ് ഓണസദ്യയ്ക്ക് തയ്യാറാക്കുന്നത്. ഉലുവ ധാരാളം ചേർത്ത് ഉലുവ മാങ്ങാക്കറിയും കടുകപ്പുളി നാരങ്ങയും ഓണസദ്യയുടെ മാത്രം തൊടുകറികളാണ്. പായസം. പായസമില്ലെങ്കിൽ എന്ത് ഓണാഘോഷം എന്ന് തീർച്ചയായും ചോദിച്ചു പോകും. ഓണസദ്യയിൽ പായസത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. സാധാരണയായി 2 പായസമാണ് പതിവ്. അടപ്രഥമൻ, പരിപ്പ് പ്രഥമൻ, കടലപ്രഥമൻ, പഴപ്രഥമൻ തുടങ്ങിയ 1-ാം നിരയ്ക്കൊപ്പം തന്നെ പാൽപ്പായസം, പാലട, സേമിയ പായസം തുടങ്ങിയവയും ഓണസദ്യയിൽ വിളമ്പാറുണ്ട്. ഏതു സദ്യയും വിളമ്പുന്നതിനും ഉണ്ണുന്നതിനുമെല്ലാം അതിൻ്റെതായ ചിട്ടയും ക്രമവുമുണ്ട്. നിലവിളക്ക് കത്തിച്ച് ഗണപതിക്ക് എല്ലാ വിഭവങ്ങളും ആദ്യം തന്നെ വിളമ്പിയ ശേഷമാണ് സദ്യ തുടങ്ങുന്നത്. സാധാരണയായി തൂശനിലയിലാണ് ഓണസദ്യ വിളമ്പുന്നത്. സദ്യ കഴിക്കുന്ന ആളുടെ ഇടതുവശത്ത് വാഴയിലയുടെ തുമ്പ് വരുന്ന തരത്തിലാണ് ഇല വെക്കേണ്ടത്. ഉപ്പ് വിളമ്പിയാണ് എല്ലാ സദ്യകളും തുടങ്ങുന്നത്. ഉപ്പേരികൾ, തൊടുകറികൾ, പഴം, പപ്പടം തുടങ്ങി ഇലയിൽ ഓരോ വിഭവത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഒന്നും സ്ഥാനം തെറ്റി വിളമ്പാതെ വീടുകളിലെ മുതിർന്നവർ ഇളം തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. വിവിധ നിറങ്ങളിലെ വിഭവങ്ങൾ ചിട്ട അനുസരിച്ച് വിളമ്പിയ ഒരു ഇല നിറങ്ങളുടെ കൃത്യമായ മിശ്രണം കൊണ്ട് കാഴ്ചയ്ക്ക് തന്നെ മനോഹരമാകുന്നു. ആഹാരം ആദ്യമായി കണ്ണിനെ ആനന്ദിപ്പിക്കണമെന്ന് പറയുന്നത് എത്ര ശരിയാണെന്ന് തോന്നിപ്പോകും. ഇങ്ങനെ പലതരത്തിലുള്ള കൃത്യമായ ചിട്ടവട്ടങ്ങൾ എല്ലാ ദേശത്തെയും സദ്യയ്ക്കുണ്ടാവും. ഉത്തര കേരളത്തിൽ പലയിടങ്ങളിലും ഓണസദ്യയ്ക്ക് മത്സ്യമാംസ വിഭവങ്ങളും പതിവാണ്. നമ്മൾ ഓരോ ഓണത്തിനും സദ്യ കഴിച്ച് ശീലിച്ചവരാണ്. ഓണം ആഘോഷിക്കുമ്പോൾ അതെവിടെയായാലും ഓണസദ്യ ഇല്ലാതെ പൂർണ്ണമാകില്ല. ചെറുപ്പകാലങ്ങളിൽ സ്കൂളുകളിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഓണപ്പൂക്കളം ഉണ്ടാക്കിയിരുന്നതും ഓണസദ്യയിൽ പങ്കുചേർന്നിരുന്നതുമൊക്കെ ഇന്നും ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഓരോ ഓണവും മലയാളികൾക്ക് സദ്യയുടെ രുചിക്കൊപ്പം കൂട്ടായ്മ നിറഞ്ഞത് കൂടെ ആയിത്തീർന്നിരുന്നു. ഓണം എന്ന വലിയ ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി വിനോദങ്ങളിലും കേരളക്കര ആനന്ദിച്ചിരുന്നു. വലിയ തോതിലുള്ള വള്ളംകളി മുതൽ ക്ലബ്ബുകളിലെ ചെറിയ ആഘോഷം വരെ നീളുന്നു ഓണമെന്ന ഉത്സവം. ഓണപ്പാട്ടുകളും പുലികളിയും ഓണച്ചൊല്ലുകളും അങ്ങനെ ഓണത്തിന്റെ ദിവസങ്ങൾ നമുക്കൊട്ടേറെ പ്രിയപ്പെട്ടതാണ്. ഓണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഓരോ നാടും അവിടുത്തെ പ്രാദേശിക സംസ്കാരത്തിനും ചരിത്രത്തിനും അനുസരിച്ച് രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു. ഇതിനുത്തമ ഉദാഹരണമാണ് ആറന്മുള വള്ളംകളിയും തൃശൂരിന്റെ പുലികളിയും. ഓണക്കാലയളവിലെ ഓരോ ദിവസങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ ആഘോഷങ്ങൾ ഇതനുസരിച്ചല്ലെങ്കിലും കഴിയുന്നത്ര പഴയ രീതികൾക്ക് അനുസൃതമായി ഇന്നും നമ്മൾ ഓണാഘോഷം ഭംഗിയാക്കുന്നു. ഓണം മാത്രമല്ല, ഏത് ഉത്സവവും കേമമാകുന്നത് ആഘോഷിക്കുന്ന മനസ്സുകളിലാണല്ലോ.